ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞതിൻ്റെ ബാക്കി കഥയാണ്. അപ്പോൾ ആ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുന്ന സമയത്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെ നിർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താലികെട്ടൽ ചടങ്ങാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. രേവതിയും സച്ചിയും കൂടിയുള്ള താലികെട്ടൽ ചടങ്ങ്. അപ്പോൾ രേവതി ആദ്യമേ അവിടെ വന്നിരുന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ സച്ചിയും നല്ല ഒരുക്കത്തോടുകൂടി താലി കെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഇരുന്നപ്പോൾ അച്ചമ്മ പറയാണ്, മോനെ നീ ആ മാല എടുത്ത് കൊടുക്ക്, താലി കെട്ടാൻ വേണ്ടിയുള്ള താലിയും എടുത്ത് കൊടുക്ക് എന്നൊക്കെ നിർദ്ദേശങ്ങൾ ഓരോന്ന് കൊടുക്കുകയാണ്. അപ്പോഴാണ് അച്ചമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചന്ദ്രൻ, നീ എന്താ മാറി നിൽക്കുന്നേ, ഇങ്ങ് വാ എന്ന് പറഞ്ഞ് അവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛൻ അങ്ങനെ രേവതിയുടെ അടുത്ത് മാല എടുത്ത് കൊടുത്ത്, ശ്രീകാന്താണെങ്കിൽ വീഡിയോ എടുക്കലിൻ്റെ ഫോട്ടോസ് എടുക്കലിൻ്റെയും തിരക്കിലാണുള്ളത്. രേവതിയുടെ കഴുത്തിൽ കെട്ടേണ്ട മാല സച്ചിയുടെ അടുത്തും അച്ഛൻ എടുത്തു കൊടുക്കുകയാണ്. ഇതാ സച്ചി മോനെ മാല എന്ന് പറഞ്ഞിട്ട്. അത് കെട്ടൽ ചടങ്ങാണ്. അപ്പോൾ താലി എടുത്തിട്ട് അച്ഛൻ കൊടുക്കുകയാണ്. ഇനി താലി കെട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചി അവളുടെ കഴുത്തിലേക്ക് താലി കെട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവളുടെ അമ്മ തന്നെ എല്ലാം ശരിയാക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതും കഴിഞ്ഞ് രേവതിയുടെ അമ്മയ്ക്കോ അവളുടെ സഹോദരനോ സഹോദരിക്കോ ഒക്കെ വളരെ സന്തോഷമായി. അത് കഴിഞ്ഞ സമയത്ത് അച്ചമ്മ പറയാണ്, ഇനി സിന്ദൂരം തൊട്, എടുത്തു കൊടുക്ക് ചന്ദ്രയെ. അങ്ങനെ സിന്ദൂരം തൊടലും കഴിഞ്ഞു. അപ്പോൾ അച്ചമ്മ പറയാണ്, ഇനി എല്ലാവരും കൂടി മക്കളെ അനുഗ്രഹിക്കുകയെന്ന്. രവി എന്ന് വിളിച്ച് രവിയുടെ അനുഗ്രഹമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം രവി പറയാണ് അമ്മയെന്ന് പറയാണ്. അപ്പോൾ അമ്മയും ആ ചടങ്ങ് ചെയ്യുകയാണ്. അങ്ങനെ വേണ്ടപ്പെട്ടവർ ഓരോരുത്തരായി ചെയ്യേണ്ട ഒരു ചടങ്ങാണത്, അനുഗ്രഹിക്കൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അവിടെയും ചന്ദ്രയോട് പറയേണ്ടി വന്നു. അപ്പോൾ അച്ഛമ്മ പറയാണ് ചന്ദ്രയോട്, നീ എന്താ മക്കളെ അനുഗ്രഹിക്കാത്തത്, വാ വന്ന് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് അപ്പോഴേക്കും അവർ വന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് രേവതി പറയുന്നത്, ദേവു നമ്മുടെ മുറിയിൽ ഒരാളുണ്ട്, അവരെ വിളിച്ചിട്ട് വരൂ എന്ന്. ശരി ചേച്ചി എന്ന് പറഞ്ഞവൾ അവരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ആൻറ്റി ചടങ്ങ് തുടങ്ങാറായി, രേവതി ചേച്ചി ആൻറ്റിയെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ വരാം മോളെ. അപ്പോൾ രേവതി വിളിച്ചു വരുന്ന വഴി അവർ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്താണ് ശ്രുതി അവരെ കാണുന്നത്. അവർ ശ്രുതിയെയും കണ്ടു. അവർ രണ്ടുപേരും ഒരു ചമ്മലിലാണുള്ളത്. എവിടെ വെച്ചാണോ കാണാൻ പാടില്ല എന്ന് വിചാരിച്ചത് അവിടെ വെച്ച് തന്നെ കാണുകയാണ് രണ്ടുപേരും പരസ്പരം. അങ്ങനെ അവളെ നോക്കി നോക്കി താഴെ എത്തി. അപ്പോൾ ആൻറ്റി എന്ന് വിളിക്കുകയാണ് ദേവു. അപ്പോൾ അച്ചമ്മ പറയാണ്, താലികെട്ടൊക്കെ കഴിഞ്ഞു, ഇനി രണ്ടുപേരെയും അനുഗ്രഹിക്കൂ എന്ന്. അങ്ങനെ അവർ രണ്ടുപേരെയും അനുഗ്രഹിച്ചു. അപ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അമ്മയെ ഞാൻ പറഞ്ഞില്ലേ, അച്ചമ്മയുടെ നാട്ടിൽ പോയപ്പോൾ ഒരു ആൻറ്റിയെ പരിചയപ്പെട്ടു എന്ന്, ആ ആൻറ്റിയാണിത്. ഇവരുടെ പേരക്കുട്ടി വന്ന് പറഞ്ഞപ്പോഴല്ലേ സച്ചിക്ക് മോളെ രക്ഷിക്കാനായത്? അതെ അമ്മേ, വളരെ നന്ദിയുണ്ട് ചേച്ചി. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഒന്നും തിരിഞ്ഞില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ പറയുകയാണ്, കുഞ്ഞ് മോളിൽ തനിച്ചാണുള്ളത്, ഞാൻ അവിടേക്ക് ചെല്ലട്ടെ എന്ന്. അപ്പോൾ ശ്രുതിയും വല്ലാതൊരു വിമ്മിട്ടത്തിലാണുള്ളത്. അങ്ങനെ ശ്രുതിയുടെ അമ്മ മുകളിലേക്ക് കയറിപ്പോയി അവരുടെ റൂമിലേക്ക്. ആ സമയത്ത് ശ്രുതി പറയാണ്, അമ്മേ ഞാനൊന്ന് ശ്രുതിയുടെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരുന്നതെന്ന്. ശരി മോളെ പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവളും അതിൻ്റെ പിന്നാലെ തന്നെ പോയി. ആ അമ്മയുടെ അവർക്ക് സങ്കടം വന്നു, കരച്ചിൽ വന്നു. അപ്പോൾ ഈശ്വര എന്ന് വിളിച്ച് അവർ കഥകടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കഥക് പുറത്തുനിന്ന് തള്ളുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതിയും അകത്തേക്ക് കയറി വന്നു. ശ്രുതിയുടെ അമ്മ വിളിക്കുന്നത് കല്യാണി എന്നാണ്. കല്യാണി എന്നാണ് അവളുടെ ശരിക്കും പേര്. അപ്പോൾ അമ്മ വിളിക്കാണ് കല്യാണി എന്ന്. അപ്പോൾ ശ്രുതി പറയുന്നു, ഹേയ് ഒച്ച വയ്ക്കല്ല എന്ന്. കഥകടച്ച് പൂട്ടിയിട്ട് അവൾ ചോദിക്കുകയാണ്, രണ്ടുപേരും എന്താ ഇവിടെ? വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ശ്രുതി കുഞ്ഞിനെ കാണിച്ചിട്ട് പറയുകയാണ്, കുഞ്ഞ് ഉണർന്നാൽ അതോടെ തീർന്നു. ശ്രുതി കൈപിടിച്ച് വലിച്ചിട്ട് അമ്മയെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. വാ വാ അമ്മയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ കൈവിട്, എൻ്റെ കൈവിട്, നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇതിനിടെ നാട്ടിലേക്കുള്ള യാത്രയിൽ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അവള് മറ്റാരുമല്ല, അവള് രേവതിയാ. രേവതിയോ? അതെ രേവതി തന്നെ, അവളെ ഇപ്പം ഞാൻ റോഡിൽ വെച്ചു കണ്ടിരുന്നു. ശ്രുതി പറയാണ്, കണ്ട ഉടനെ മുന്നും പിന്നും നോക്കാതെ എന്തിനാ ഈ വീട്ടിലേക്ക് കയറി വന്നേ? അത് ആദിയും രേവതിയും തമ്മിൽ നല്ല കൂട്ടാ. അന്ന് അവൾ പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ ആദി വണ്ടി അടിച്ചേനെ. അവളാ അവനെ രക്ഷിച്ചത്. വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവളുടെ താലികെട്ടൽ ചടങ്ങിന് വരണമെന്ന് പറഞ്ഞു. പറ്റില്ലെന്ന് പറയാൻ കഴിഞ്ഞില്ല. അവൾ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ഇങ്ങനെയാ വരാതിരിക്കുക? അപ്പോൾ ശ്രുതി പറയാണ്, വരരുതായിരുന്നോ? ശ്രുതി ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് എന്തെങ്കിലും അവളോട് പറഞ്ഞോ? ഇല്ല, നിന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഈ വീട്ടിലെ പയ്യനാ നിന്നെ കെട്ടുന്നതെന്ന് എനിക്കെങ്ങനെ അറിയും?
ഇപ്പം നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചെറുക്കൻ കാണാൻ കൊള്ളാം, നല്ല കുടുംബവും. അവരുടെ സത്യം തുറന്നു പറയും. വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. അപ്പോൾ ശ്രുതി പറയാണ്, എന്നെ കൊന്നിട്ട് പോയി പറ. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതാ നോക്ക്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തത്. അതില്ലാതാക്കല്ലേ. എത്ര സന്തോഷത്തോടെ ഞാനിങ്ങോട്ട് വന്നേ. ഇങ്ങനെ ഒരവസ്ഥ ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടതില്ല. എനിക്ക് പേടിയാവുകയാ. ഇന്നവർ എല്ലാം അറിയും. അതിനാ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എത്ര നാൾ നീ ഇങ്ങനെ ഭയന്ന് കഴിയണം? സത്യം അവരോട് തുറന്ന് പറയുന്നതല്ലേ നല്ലത്. അവൾ അമ്മയോട് ദേഷ്യത്തോടെ പറയാണ്, നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവൾ അല്പം മാറി എന്നിട്ട് പറയാണ്, എൻ്റെ ജീവിതം തുലച്ചത് നിങ്ങളാ. ഒരു വിധം കരകയറി വന്നിരിക്കുക ഞാൻ. പുതിയൊരു ജീവിതം സ്വപ്നം കാണുക. അതിനിടയിൽ വീണ്ടും ഇടയിൽ കയറി വന്നിരിക്കുക. എന്നെ ജീവിക്കാൻ വിടില്ലേ നിങ്ങൾ? വീണ്ടും അമ്മ അടുത്തോട്ട് പോയിട്ട് വിളിക്കുകയാണ്, മോളെ. എനിക്ക് ആരാ മോളെ വേറെ ഉള്ളത്? നീയും ആദ്യം മാത്രമല്ലേ എനിക്കുള്ളൂ. മോളുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. അതാ ഞാൻ സത്യം തുറന്നു പറയാൻ വേണ്ടി പറയുന്നത്. മോളെ വീണ്ടും അടുപ്പിച്ച് വിളിച്ചിട്ട് പറയാണ്, മോളെ നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ പറയുന്നേ. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പം ഈ നിമിഷം ഇവിടുന്ന് കുഞ്ഞിനെയും കൂട്ടി നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ കാരണം ഈ വിവാഹം മുടങ്ങിയാൽ പിന്നെ ഈ ജന്മം നിങ്ങൾ എന്നെ കാണില്ല. എനിക്ക് നല്ലത് വരണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിങ്ങളൊന്ന് പോയിത്താ. അമ്മ ഒരല്പസമയം അനങ്ങാതെ നിന്നിട്ട് പിന്നെ പറയാണ്, ശരി ശരി കല്യാണി, ഞാൻ കുഞ്ഞിനെയും കൂട്ടി പോയിക്കോളാം. അവൾ തിരിഞ്ഞു നടന്നപ്പോൾ അമ്മ വിളിക്കുകയാണ്, മോളെ, രേവതിയോട് പറയാതെ പോകാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പം കഴിക്കാതെ പോയാൽ അവൾക്ക് എന്ത് തോന്നും? അവർക്ക് എന്തെങ്കിലും തോന്നട്ടെ, നിങ്ങൾക്കെന്താ? പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഞങ്ങൾ പോയിക്കോളാം. ഞാൻ കാരണം നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ കാരണം നിന്റെ കല്യാണം മുടങ്ങില്ല. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പോയിക്കോളാം. പെട്ടെന്ന് പോയിക്കോ. വീണ്ടും അവൾ തിരിയാൻ ഉദ്ദേശിച്ചപ്പോൾ അമ്മ വീണ്ടും പിടിച്ചു വെക്കുകയാണ്, മോളെ, മോനോട്, കുഞ്ഞുമോനോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ, അവന് സന്തോഷാവും. അപ്പോൾ അവൾ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു, സന്തോഷം, വേഗം ഇറങ്ങാൻ നോക്ക്. വേഗം അവനെയും കൂട്ടി പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അവൾ പിന്നെ അവിടെ നിന്നില്ല. ഒന്ന് മോനെ നന്നായിട്ട് നോക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കതകടച്ചു. അപ്പോൾ ശ്രുതി താഴെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ശ്രുതിയെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് കാണുന്നത് മുകളിൽ നിന്ന് മെല്ലെ മെല്ലെ ശ്രുതി ഇറങ്ങി വരികയാണ്. പിന്നെ താഴെ എല്ലാവരും അനുഗ്രഹിക്കുകയാണ്. ശ്രുതി ചോദിക്കുകയാണ് ശ്രുതിയെ കണ്ടപ്പോൾ, അല്ല നീ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോയത്? അപ്പോൾ ശ്രുതി പറയുന്നു, ഞാൻ വാഷ്റൂമിൽ പോയതാ. താനെന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ശ്രുതി ചോദിക്കുന്നപ്പോൾ, ചായ വേണോ? ഏയ് വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. അപ്പോഴാണ് അച്ചമ്മ ചോദിക്കുന്നത്, ശ്രുതി എന്താ രണ്ടുപേരെയും അനുഗ്രഹിക്കാത്തത്? അച്ചമ്മ പറഞ്ഞു, ചന്ദ്രേ, അവരോട് വരാൻ പറയൂ. അപ്പോൾ അമ്മ, ശ്രുതി വാ മോളെ. വീണ്ടും വിളിക്കുകയാണ് അമ്മ. ശ്രുതി, എന്താ അമ്മേ? നീ അവിടെ വന്ന് അവരെ അനുഗ്രഹിക്കേ? വേണ്ട ആൻറ്റി. അപ്പോൾ അച്ചമ്മ, വേണം, നീയും ഈ വീട്ടിലേക്ക് വരേണ്ട പെണ്ണല്ലേ. വാ മോളെ വാ, വാ മോളെ വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവളെയും കൂടി കൂട്ടിക്കൊണ്ടു പോവാണ്. അവളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയാണ്, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതൊക്കെ കൊള്ളാം, ലവൻ്റെ കെട്ടിയോളാവുന്ന രീതിയിലാവരുത് ഇത്. അത് നടക്കുമോന്ന്? അപ്പോൾ അമ്മ, ഒന്ന് മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പിടിച്ച് അവൾ രണ്ടുപേരെയും അനുഗ്രഹിച്ച്. അപ്പോൾ ചന്ദ്ര വാമോളെ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് ആരോ പറഞ്ഞു, സച്ചിയുടെ മുഖമൊക്കെ ചുമന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സച്ചി, അത് ദേഷ്യം കൊണ്ടാന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവർ പറയാണ്, അല്ല, അത് നാണം കൊണ്ടാ. അപ്പോൾ അച്ഛൻ, ആണോടാ, ഒന്ന് പോവച്ചാ. അത് കേട്ടപ്പോൾ എല്ലാവരോടും ചിരിച്ചു പോയി. അപ്പോൾ അതിനുശേഷം ശ്രീകാന്ത് പറയാണ്, ഏട്ടനും ഏട്ടത്തിയും ഒന്ന് ചേർന്നിരുന്നേ, ഏട്ടത്തിയുടെ തോളിൽ കൈവേ. അപ്പോൾ സച്ചി പറയാണ്, അത് വേണോ അച്ചമ്മ? അത് വേണം. അപ്പോൾ അച്ചമ്മ പറയാണ്, തോളിൽ കഴിയണമെന്ന് ചോദിച്ചപ്പോൾ സമയത്ത് അത് വേണം എന്ന്. അങ്ങനെ ശ്രീകാന്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല സൂപ്പറായിട്ട് എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ നോക്കിയേ, സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന കൊച്ചുമോനെയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ അമ്മൂമ്മ നിൽക്കുന്നുണ്ട്, ശ്രുതിയുടെ. ശ്രീകാന്തിൻ്റെ അടുത്ത് ദേവ് പോയിട്ട് പറയാണ്, എടുത്ത ഫോട്ടോസൊക്കെ എവിടെ, ഒന്ന് കാണട്ടെ. ശ്രീകാന്ത് എല്ലാ ഫോട്ടോസും അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രയും ഭാമയും ആ വഴിക്ക് വന്നത്. അവരിങ്ങനെ നോക്കുകയാണ്. ഇവർ രണ്ടുപേരും പരസ്പരം ചെയ്യുന്നതും കളിക്കുന്നതും നോക്കുന്നതും ഒക്കെ. അപ്പോൾ ദേവ് ചോദിക്കുകയാണ് ശ്രീകാന്തിനോട്, നിൻ്റെ പ്രണയിനിയെ കാണിച്ചില്ലല്ലോ,
പ്രണയിനിയോ? ആ, നിൻ്റെ ഫേവറേറ്റ് കസ്റ്റമർ. അപ്പം ശ്രീകാന്ത് പറയാണ്, അതെൻ്റെ ഫ്രണ്ടാ, പ്രണയിനിയല്ല. ഏയ്, അത് കള്ളം, നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നു, ദേവു വേണ്ട, നമുക്കൊന്ന് അവളെ വിളിച്ചാലോ, നീ ആ ഫോണിങ് താ. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ വിളിക്കാം. അപ്പോൾ അവൻ പറയുന്നത്, വേണ്ട, അതൊന്നും വേണ്ട. അപ്പോൾ അവിടെ പിടിയും വലിയായി, രണ്ടുപേരും ഫോണിന് അപ്പുറം ഇപ്പുറം പിടിയും വലിയ കഴിയാണ്. ദേവു വേണ്ട വേണ്ട, ദേവു താ ഫോണിങ് തന്നെ, ഞാൻ വിളിക്കാം. അപ്പോഴേക്കും അവിടെ ചന്ദ്ര എത്തിയിട്ട് പറയാണ്, ഡി എന്താ ഡി കാണിക്കുന്നേ, പോ പോ, പോയി നിൻ്റെ ചേച്ചിയുടെ അടുത്ത് നിൽക്ക്. പോകാൻ എന്ന് പറഞ്ഞപ്പോൾ അവളൊന്ന് ശ്രീകാന്തിനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. എപ്പം നോക്കിയാലും ഒരുമിച്ചാ, വേറെ പണിയൊന്നുമില്ലേ നിനക്ക്? അപ്പോൾ അവൻ, അമ്മേ പോ എന്ന് പറഞ്ഞ് അവനെയും അവിടെ നിന്നും പുറത്താക്കി. എന്തിനാ കല്യാണിയെ വിഷമിപ്പിക്കുന്നത്, രേവതിയോട് പറഞ്ഞിട്ട് പോകാം നോക്കാം എന്ന് അമ്മൂമ്മ ആലോചിക്കുകയാണ്. മോൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവർ വീണ്ടും താഴേക്ക് വരികയാണ്. അപ്പോൾ ശ്രുതി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. വന്ന് രേവതിയോട് ചോദിക്കുകയാണ്, മോളെ രേവതി, നമ്മൾ പോട്ടെ? അയ്യോ, ഭക്ഷണം കഴിക്കാതെയാണോ പോവുക? ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ അവർ പറയാണ്, ആദിക്ക് കൊടുക്കുമ്പോൾ കൂടെ ഞാനും കഴിച്ചിരുന്നു, അത് മതി മോളെ. വീട്ടിലെത്തിയിട്ട് അത്യാവശ്യമുണ്ട് മോളെ, അതാ. രേവതി ചോദിക്കുകയാണ്, ആദ്യം ഉറങ്ങല്ല ആൻറ്റി? കുഴപ്പമില്ല, അവനെ ഉണർത്താം. സച്ചി ഇറങ്ങട്ടെ മോനെ? അപ്പോൾ അവർ മേലിലേക്ക് കയറിപ്പോകാൻ പോകുന്ന വഴിയിൽ രേവതിയുടെ അമ്മ പിടിച്ചു വെച്ചിട്ട് പറയാണ്, ചേച്ചി നിങ്ങൾ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. നിങ്ങളെ പേരക്കുട്ടി കാരണം എൻ്റെ മോളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അത് കേട്ടപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടി. പിന്നെ കാണിക്കുന്നത് ആദിമോൻ ഉറങ്ങുന്നിടത്തുനിന്ന് എണീറ്റിരിക്കുകയാണ്. അവൻ ഉറക്കത്തിൽ എണീറ്റിട്ട് അമ്മുമ്മയെ അന്വേഷിക്കുകയാണ്. അമ്മുമ്മ എവിടെ പോയി എന്ന് പറഞ്ഞ് അവൻ എണീറ്റ് താഴേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ആദി മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് ശ്രുതിയുടെ കണ്ണ് ആദിയിലേക്ക് പോയത്. അപ്പോൾ അതുവഴി തന്നെ അമ്മൂമ്മയും അവനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവൻ ഒന്നുകൂടി താഴേക്ക് ഇറങ്ങിയിട്ട് വിളിക്കുകയാണ്, ആൻറ്റി എന്ന്. ശ്രുതിയെ നോക്കിയിട്ടാണ് ആൻറ്റി എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പരസ്പരം ശ്രുതിയെയും ആദിയെയും പരസ്പരം നോക്കുകയാണ്. അതായത് ശ്രുതിയോ അമ്മയോ അച്ഛമ്മയോ അമ്മൂമ്മയോ ഒക്കെ എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. അപ്പോൾ അവൻ എന്താ ശ്രുതിയെ ആൻറ്റി എന്ന് വിളിച്ചത് നോക്കിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.